ഇന്നത്തെ നിർമാല്യം പരിപാടിയിൽ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചലിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവതി നട ദേവി ടെമ്പിളിന്റെ ചരിത്രവും മഹത്വവുമാണ് പരിചയപ്പെടുന്നത്. അനാദികാലം മുതൽ ശക്തി ആരാധനയ്ക്ക് പ്രാധാന്യം ലഭിച്ചിരുന്ന ദക്ഷിണ കേരളത്തിലെ വിശുദ്ധ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. ഗ്രാമത്തിന്റെ ആത്മീയ കേന്ദ്രമായും ഭക്തരുടെ വിശ്വാസത്തിന്റെ പ്രതീകമായും ഭഗവതി നട ദേവീക്ഷേത്രം ഇന്നും നിലകൊള്ളുന്നു. പ്രാദേശിക വിശ്വാസമനുസരിച്ച് ഭഗവതി അമ്മ ഈ പ്രദേശത്തിന്റെ രക്ഷാദേവതയാണ്. ഭക്തർ സങ്കടങ്ങളും ദുഃഖങ്ങളും അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് അനുഗ്രഹം നേടുന്നു. ഭക്തരുടെ ജീവിതത്തിൽ ധൈര്യവും സമൃദ്ധിയും സംരക്ഷണവും നൽകുന്ന ശക്തി സ്വരൂപിണിയായാണ് അമ്മയെ സങ്കല്പിക്കുന്നത്. പ്രഭാതത്തിലെ നിർമാല്യ ദർശനത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. രാത്രിയിൽ ദേവിക്ക് അർപ്പിച്ച പൂക്കളും അലങ്കാരങ്ങളും നീക്കം ചെയ്യുന്നതിന് മുമ്പുള്ള ദർശനം ഭക്തർ ഏറെ പുണ്യകരമായി കണക്കാക്കുന്നു. ഈ ദർശനം ജീവിതത്തിൽ ഐശ്വര്യവും മനഃശാന്തിയും നൽകുമെന്നാണ് വിശ്വാസം. ഭഗവതി നട എന്ന പേര് തന്നെ ഭഗവതിയുടെ സാന്നിധ്യം നിറഞ്ഞ പുണ്യഭൂമിയെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയുടെ ശാന്തതയും ദേവീ ചൈതന്യവും ഒത്തുചേർന്ന ഈ ക്ഷേത്രം ഭക്തരുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനമാണ് നേടിയിട്ടുള്ളത്. ഇന്നും ഓരോ പ്രഭാതത്തിലും ക്ഷേത്രമണിനാദങ്ങൾ ഉയരുമ്പോൾ ഭക്തരുടെ ഹൃദയങ്ങളിൽ പ്രത്യാശയുടെ പുതിയ പ്രകാശം തെളിയുന്നു. അമ്മയുടെ അനുഗ്രഹം തേടിയെത്തുന്ന ഓരോ ഭക്തനെയും കരുണയോടെ ചേർത്ത് പിടിക്കുന്ന മാതൃശക്തിയായാണ് ഭഗവതി ഇവിടെ വാഴുന്നത്. അറിവമ്മ അലിവമ്മ അമൃതമ്മ. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഈശ്വര സ്മരണ ഉണർത്തുന്ന വാക്കുകൾ വേണം ആദ്യം പറയാൻ. ഓം നമഃശിവായ എന്നാൽ
ശിവമായിട്ടുള്ളതിനെ നമിക്കുന്നു എന്നാണ് അർത്ഥം. ഒരു കൈ ഉയർത്തി ടാറ്റ പറയുമ്പോൾ തമ്മിൽ അകലുകയാണ്. ഇരു കൈകളും ചേർത്ത് തൊഴുമ്പോൾ ഹൃദയങ്ങൾ പരസ്പരം അടുക്കുന്നു. ജഗദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ വാക്കുകളിലൂടെ പരസ്പരം അറിയുന്ന ഹൃദയങ്ങളുടെ സ്നേഹത്തിൻ്റെ സുരഭിലത അറിയുവാൻ നമുക്കാകട്ടെ.